കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അങ്ങനെ പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ട് നിന്ന സമയത്ത് കറണ്ടങ്ങ് പോയി. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇരുന്നതിൻ്റെ ഫ്ലോ അങ്ങ് പോയെങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയപ്പം ഞാൻ ഈ മൊബൈലിൽ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസും വേറൊരു രേഖ എന്ന് പറയുന്ന ഒരു സീരിയൽ നടിയും കൂടെ തമ്മിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ രേഖ പിണങ്ങിപ്പോകുന്നു. പിന്നെ രണ്ടുപേരും തമ്മിൽ ചെറിയ ഒരു വാക്ക് തർക്കം. സീരിയൽ ഞാൻ കാണാറില്ലെന്ന് പറഞ്ഞതാണ് വിഷയമായത്. ഇത് കുറച്ച് സമയം ഇരുന്ന് കറണ്ട് പോയ സമയത്താണ് കുറച്ച് സമയം ഇരുന്ന് കണ്ട എനിക്ക് ഇത് ആരെ കൂടെ നിൽക്കണമെന്ന് എനിക്കും കൺഫ്യൂഷനായി. കാരണം സീരിയൽ കാണാറില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. എന്നാൽ മറുവശം ചിന്തിക്കുമ്പോൾ അത് വിഷമം ഉണ്ടാക്കും. ഇതാണ് ഇപ്പോൾ നടന്നത്. അപ്പോഴേക്കും അത് കണ്ടു തീർന്ന ഉടനെ തന്നെ കറണ്ട് വന്നു. ഈ സമയം കൊണ്ട് ഞാൻ ഒരു പഴം കഴിച്ചു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പഴം ഇരുന്നു, അത് ഞാൻ കഴിച്ചു. കൂട്ടുകാരെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നല്ല മഴയായിരുന്നു. വീണ്ടും പൂർവാധികം ശക്തിയിൽ മഴ തുടങ്ങി. ഇന്നലെ രാത്രിയിൽ ശക്തമായ ഇടിയും മഴയും എന്ന് വേണ്ട. അത് ഒരു തത്തയ്ക്ക് അങ്ങനെ നടക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു പട്ടിയുണ്ട്. അത് കിടന്ന് കുരച്ച് ഒരു സ്വസ്ഥതയും സമാധാനവും തരാതെ അങ്ങ് രാവിലെ വരെ അങ്ങ് കരച്ചിലായിരുന്നു. അത് നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് ബുദ്ധിമുട്ടുണ്ടാക്കി കൂട്ടുകാരെ. ഇടയ്ക്കെല്ലാം അതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രോബ്ലം എന്നറിയത്തില്ല. മിണ്ടാപ്രാണികളെ നല്ല അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തണം, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും കൂട്ടുകാരെ. ഇത് വളർത്തു മൃഗങ്ങളുള്ള വീടുകളിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് പറയുന്നത്. അവരെയെല്ലാം ആ ജീവജാലങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളരാൻ അനുവദിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ താത്താ കുഞ്ഞിനെ കണ്ടു. കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ ഒരു കുശലാന്വേഷണം നടത്തി. അന്നേരം പറഞ്ഞു, എനിക്കങ്ങ് നല്ല മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും പറയാനൊന്നും സമയമില്ല, അതുകൊണ്ട് ഞാൻ പോന്ന്. എനിക്കും അങ്ങ് സമയം പോയി. അങ്ങനെ രണ്ടുപേരും രണ്ട് ദിക്കുകളിലേക്ക് അങ്ങ് പിരിഞ്ഞു. പിന്നെ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ എല്ലായിടത്തും എല്ലാ തുണിക്കടകളിലുമൊക്കെ അങ്ങ് ആടി സെയിലെന്നും പറഞ്ഞൊരു സെയിൽ നടക്കുകയാണ് കൂട്ടുകാരെ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ ഇത് ആടി സെയിലെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് തിക്കും തിരക്കും ഉണ്ടാക്കി അങ്ങ് വാങ്ങാനായിട്ട് പോകും. കുറേ സെയിൽ അങ്ങ് നടക്കും. ആടി സെയിലെന്ന് പറയുന്നത് ഒരു ബിസിനസ് തന്ത്രമാണ്. അവരുടെ ഒരു നാക്ക് ആണ് കുറേ സെയിൽ നടത്തുന്നതിനുള്ള. പക്ഷേ നല്ല തുണികളെല്ലാം കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ചില അവസരങ്ങളിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം പോയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ കൂടെയുള്ള ചില കൂട്ടുകാർ പറയും, ഞാൻ ഒന്നും വാങ്ങിക്കത്തില്ല, ഞാനങ്ങ് വെറുതെ കൂടെ വരുത്തതേ ഉള്ളൂ, ചുമ്മാതെ ഇതൊക്കെ കാണാനാണ് വരുന്നതെന്നൊക്കെ അങ്ങ് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഈ കൂട്ടുകാരുടെ കൂടെ അങ്ങ് കടയിൽ ചെല്ലും. എന്നിട്ട് എല്ലാ ഇടത്തും ഇങ്ങനെ കറങ്ങി നടന്ന് കാണും. അവസാനം കൂടുതൽ എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പോയ ടീമായിരിക്കും. ഞാൻ ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണം, ഇപ്പോൾ ഈ മൊബൈലിലും നമുക്കങ്ങ് മെസ്സേജുകളൊക്കെ അങ്ങ് വരുന്നുണ്ട് ഓരോ കടകളിൽ നിന്ന്. ജോളി സിൽസ്, കൊല്ലത്തെ ഫേമസ് കടകൾ, ജോളി സിൽസ്, പുളിമൂട്ടിൽ, കല്യാൺ എന്ന് വേണ്ട എല്ലായിടത്തുനിന്നും നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ എന്നിട്ട് ആ കൂട്ടുകാർ ഒന്നും മേടിക്കുന്നില്ലെന്ന് പറഞ്ഞ കൂട്ടുകാരായിരിക്കും മുൻപന്തിയിൽ നിന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോരുന്നത്. അങ്ങനെ അതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. പിന്നെ ഇങ്ങനെ ഓരോ ദിനവും ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്കെങ്കിലും ചെയ്യണേ കൂട്ടുകാരെ. വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല. കാരണം എങ്ങനെ കാണാനാണ്? എന്തും വേണ്ടി നല്ല നല്ല
കണ്ടൻ്റൊക്കെയുള്ള എത്ര ചാനലുകളാണുള്ളത്. അതൊക്കെ കാണുമോ? നമ്മളെ ചാനൽ കാണുമോ? നമുക്ക് എത്ര ആയാലും നമുക്ക് നമ്മളാവാനേ പറ്റൂ. അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് എൻ്റെ രീതിയിൽ നിന്ന് ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അതിലൊരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ കണക്ക് ഓരോരുത്തരുടെയും സ്റ്റൈല് ഓരോന്നാണ്. സ്റ്റൈൽ ഈസ് ദ മാൻ എന്നാണ് പറയുന്നത് കൂട്ടുകാരെ. ഞാനും ഇവിടെ ഇരുന്ന് ഈ ഓരോ ചാനലുകൾ ഇങ്ങനെ മാറി മാറി കാണുമ്പോൾ എല്ലാം എന്ത് ക്വാളിറ്റിയിലും കണ്ടൻറ്റിലും എല്ലാം എന്തും വേണ്ടി വേറിട്ട് നിൽക്കുന്നു എന്ന് അന്നേരമാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഇങ്ങനെ തുടങ്ങിയത് കൊണ്ട് പിന്നെയും വീഡിയോസ് ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കും ഒരു സന്തോഷം. എന്നാൽ എൻ്റെ വീഡിയോസ് ചിലവരെങ്കിലും കാണുമായിരിക്കും, അവർക്കും ഒരു സന്തോഷം. എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനലുകൾ എല്ലാവരും കാണും എന്ന്. പ്രതീക്ഷകളാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു പ്രേരണയാകുന്നത്. നമ്മളുടെ ഒരു ഭാഗ്യമാണ് നമുക്ക് ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ പ്രഭാതത്തിലും നമുക്ക് എഴുന്നേറ്റ് ഓരോ ജോലികൾ ചെയ്യുന്നതിനും നമുക്ക് ഇങ്ങനെ നമ്മുടെ ജീവൻ ഇപ്പോഴും ഉണ്ട്. നമുക്ക് എല്ലാവരെക്കാട്ടിലും നമുക്ക് ഫുഡ് കഴിക്കാം, നമുക്ക് പോകാം, നമുക്ക് ജോലികളെല്ലാം ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ സൗഭാഗ്യങ്ങൾ, ബാക്കിയൊന്നുമല്ല. നമ്മളെപ്പോഴും നമ്മുടെ താഴോട്ടുള്ളവരെ പറ്റി ചിന്തിക്കണം. നമ്മൾ അപ്പോൾ എത്രയോ മേളിലാണെന്ന് ഒരു ബോധ്യം ഉണ്ടാവും കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നല്ല സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അടി സെയിലിൻ്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം ഞാനിങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഓരോന്നും കാണുമ്പോൾ നിങ്ങളോട് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഇന്നലെ താത്തയെ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. നമുക്ക് മാത്രമല്ല സ്ട്രെസ്സ്, എല്ലാ ഓഫീസുകളിലും എവിടെയായാലും ജോലി ചെയ്യുന്നവർക്കെല്ലാം നല്ല സ്ട്രെസ്സുകളുണ്ട്. അത് പല തരത്തിലായിരിക്കും. എങ്ങനെയാണ് സ്ട്രെസ്സ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലാണെന്ന് മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ ഇപ്പം ഒരു കണ്ടൻറ്റ് ഇടുന്ന, അതായത് ഈ റീൽസൊക്കെ ചെയ്തൊരു കൊച്ച് മരിച്ചെന്ന് കേട്ടു. ആ കുട്ടി അവരുടെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇത്രയാക്കി +2 വരെയൊക്കെ ആക്കി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു സൈഡായിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാവൂ. അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കരുത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. അവരെയാണ് നമ്മളെ ഇങ്ങനെ നിൽക്കാനും നടക്കാനും നമ്മളെ ഇന്നത്തെ നിലയിലാക്കി തീർക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളോട് സ്നേഹമുള്ളവരും ഒക്കെയാണ്. അപ്പം നമുക്കും അവരോടൊരു സ്നേഹം വേണം. നമ്മൾ സില്ലി കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും മരിക്കുകയും ഒന്നും ചെയ്യരുത്. നമുക്ക് ഏതെങ്കിലും നമ്മളെ ഒരു പ്രോബ്ലം നമ്മൾ ഡൗൺ ആക്കുന്നെങ്കിൽ അതിന് വേറൊരു പ്രതിവിധി നമ്മൾ കാണണം. അതിന് വേണ്ടുന്ന സൊല്യൂഷൻ കണ്ടെത്തണം. അതിന് വേണ്ടുന്ന ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് നോക്കണം. കുഴിയിൽ ചെന്ന് ചാടരുത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഓരോരോ പ്രശ്നങ്ങളാണ്. അവരെ വീട്ടിലിപ്പോൾ എന്ത് വിഷമമായിരിക്കും. ഇത് ഞാനിപ്പം പത്രം എടുത്ത് കണ്ടപ്പോഴാണ് ഇത് കണ്ടത്, ഈ വാർത്ത. പിന്നെ ചാനലിലെല്ലാം ഓൺ ദ സ്പോട്ടിൽ എന്ത് കാര്യം നടന്നാലും ഉടനെ അറിയാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് വരുന്നത്. നമ്മളിങ്ങനെ കാണും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യങ്ങൾ എല്ലാവരോടും പറയണ്ടേ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ചില ആളുകൾക്ക് ഒരു സന്തോഷമായിരിക്കും നമ്മളെന്നും വീഡിയോ ഇടുന്നത് കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വീഡിയോസ് ഇടുകയാണ് കൂട്ടുകാരെ. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. പുറത്തൊക്കെ നല്ല കൊതുകൊക്കെ ഉണ്ട്. കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ കൊതുകെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ തിരിഞ്ഞാലും കൊതുകാണ്. അത് എവിടെ ചെന്നിരുന്നാലും നമ്മളെ തന്നെ കടിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു വിഷയം. പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ ഇവിടെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞതല്ലേ ഉള്ളൂ കൂട്ടുകാരെ. ഓക്കെ.